ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഉണക്ക മാന്തൽ വെച്ചിട്ടുള്ള ഒരു ചക്കക്കുരും മാങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ഒരു കറിയാട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൽ നമ്മൾ ഒരു തുള്ളി എണ്ണ പോലും ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ്. അതിന് വേണ്ടിയിട്ട് 10 മാന്തൽ, ചക്കക്കുരു നല്ലപോലെ വേവിച്ചത്, കുറച്ച് ചെറിയുള്ളി, പച്ചമുളക്, ഒരു തക്കാളി ആവശ്യമായിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, 5 പച്ചമുളക് നടുകീറി എടുത്തിട്ടുണ്ട്, ഒരു 5 വെളുത്തുള്ളി അതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു മാങ്ങ, ഇത് അത്യാവശ്യം പുളിയുള്ള മാങ്ങ കേട്ടോ, അതും കൂടെ അതിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു മുറി തേങ്ങ, അത് നല്ലപോലെ ചെരുവി എടുത്തിട്ടുണ്ട്. ഇനി ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി അതുകൂടെ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ആ തേങ്ങനെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അതിനുശേഷം അതിലേക്ക് 2 പച്ചമുളകും ചെറിയ ഉള്ളിയിൽ 20 ചെറിയ ഉള്ളി ഉണ്ടാവും, അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ അരച്ച് കൊണ്ടുവരാം കേട്ടോ. പിന്നെ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി, മാങ്ങ, വെളുത്തുള്ളിയുടെ പീസ് അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ച ചക്കക്കുരു ഇല്ലേ, ചക്കക്കുരു വേവിച്ചെടുക്കണം കേട്ടോ. ഇത് ബാക്കിയുള്ളതൊന്നും അധികം വേവില്ലാത്തതുകൊണ്ട് ചക്കക്കുരു വേവത്തില്ല. അതുകൊണ്ട് ഒരു വിസിലിട്ടിട്ട് എടുത്തിട്ട് വേണം ഇതിലിടാനായിട്ട്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കട്ട് ചെയ്ത് വെച്ച ഒരു 5 മുളകില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മുടെ കറിവേപ്പില അതും കൂടെ ഇട്ടിട്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പൊടികളാണ്. ഞാനിവിടെ ഒരു മുറി തേങ്ങയല്ല എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഉണക്കമീൻ ആയതുകൊണ്ട് അതിൽ ഉപ്പിൻ്റെ അംശം ഉണ്ടാകും, അതുകൊണ്ട് ഉപ്പ് നോക്കി മാത്രം ചേർക്കുക. ഞാനിവിടെ 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ചക്കക്കുരു വേവിച്ച വെള്ളമല്ലേ, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ആ പുളി അതും കൂടെ അതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണമെല്ലാം പോകുന്ന സമയത്ത് അതിലേക്ക് മാന്തലെല്ലാം ഇട്ട് കൊടുക്കുക. മാന്തലെല്ലാം ഇട്ട് ഒന്ന് ചൂടായതിനു ശേഷം ആ തേങ്ങ അരച്ചതില്ലേ, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് കറിക്ക് ലൂസിന് ആവശ്യമായ വെള്ളം ചേർത്ത് കറക്റ്റ് അളവിലാക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലപോലെ തിളച്ച ശേഷം, മീനൊന്നും ഉടയരുത് കേട്ടോ, നന്നായി ഒന്ന് തിളച്ച ശേഷം അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമീൻ കറി തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ മീൻ കറി വയ്ക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് താളിക്കും, അല്ലെങ്കിൽ ലാസ്റ്റ് വെളിച്ചെണ്ണയിൽ ഒഴിക്കില്ലേ, ഇതിലൊന്നുമില്ല, ഒരു തുള്ളി എണ്ണ പോലും ചേർത്തിട്ടില്ല. പക്ഷേ നല്ല ടേസ്റ്റാട്ടോ. ഇതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ലൈക്കും കമൻസും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.